സമകാലിക മലയാളം വാരികയുടെ സ്ഥാപക പത്രാധിപരും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുത്തത്തി ചേരുന്നു. ബിജു, എപ്പോഴായിരുന്നു അന്ത്യം? നമുക്കറിയാം, മലയാള പത്രപ്രവർത്തന മേഖലയിൽ സ്വന്തം കൈമുദ്ര പതിപ്പിച്ച മാധ്യമപ്രവർത്തകനാണ് എസ് ജയചന്ദ്രൻ നായർ. കലാകൗമുദിയിൽ അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന കാലത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സർക്കുലേഷനുള്ള, ഏറ്റവും വായിക്കപ്പെടുന്ന ഒരു ആഴ്ചപ്പതിപ്പായി അതിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാഹിത്യവാരഫലം പോലെയുള്ള ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്ന പംക്തികൾക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി പറഞ്ഞത് ശരിയാണ്. അതായത് കേരളത്തിലെ ഒരു മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന പേരാണ് എസ് ജയേന്ദ്രൻ നായരുടേത്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പീരിയോഡിക്കൽസ് പത്രപ്രവർത്തനത്തിന് ഒരു വേറിട്ട ഒരു മുഖം നൽകിയ പത്രാധിപരാണ് ജയേന്ദ്രൻ നായർ. നമുക്കറിയാം, കേരളത്തിലെ സാഹിത്യ പത്രപ്രവർത്തനം അതിൻ്റെ ഒരു വസന്തകാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിന് കീഴിലായിരുന്നു. കലാകൗമുദി, സമകാലിക മലയാളം വാരിക, അതിനു മുമ്പ് മലയാള രാജ്യത്തിൽ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. കലാകൗമുദിയിൽ ദീർഘകാലം പത്രാധിപരായി. ടി വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന കാലത്ത് സമാന്തരമായി കലാകൗമുദിയെ തീർത്തും വ്യത്യസ്തമായ ഒരു സാഹിത്യ മാസികയായി, ഒരു സാംസ്കാരിക പ്രസിദ്ധമായി, അന്നത്തെ ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണമായി ഉയർത്തിയത് എസ് ജയേന്ദ്രൻ നായരാണ്. അദ്ദേഹം 1957 കൗമുദിയിൽ, അന്ന് കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിൽ അദ്ദേഹം 1957 പത്രപ്രവർത്തകനായിട്ട് പ്രവേശിക്കുന്നത്. പിന്നീട് കലാകൗമുദിയുടെ പത്രാധിപരായി. സമകാലീന മലയാളം ആഴ്ചപ്പതിപ്പ് അതിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു. മലയാളത്തിലെ 1970-കൾക്ക് ശേഷമുള്ള വലിയൊരു നില എഴുത്തുകാരെ അവർക്കിടം നൽകിയ, അവരെ കണ്ടെത്തിയ ഒരു പത്രാധിപർ കൂടിയാണ് എസ് ജയേന്ദ്രൻ നായർ. ടിയുടെ ഒക്കെ രണ്ടാം ഊഴം എന്ന നോവൽ, ഒ.വി. വിജയൻ്റെ തലമുറകൾ, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ്, ഇദ്ദേഹത്തിൻ്റെ കണ്ണിന് മുന്നിലൂടെയാണ്, ഇദ്ദേഹത്തിൻ്റെ പത്രാധിപ മേശയിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഒരു മലയാളത്തിൻ്റെ ഒരു വായനാ സംസ്കാരത്തെ, ഒരു കാലഘട്ടത്തെ നിർണ്ണയിച്ച ഏറ്റവും മുതിർന്ന പത്രാധിപരാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ്. എഴുത്തുകാരൻ മാത്രമല്ല, തിരക്കഥാകാരനുമാണ്. ഷാജിയൻ കരുണിൻ്റെ ആദ്യ സിനിമ പിറവിയുടെ തിരക്കഥാകൃത്താണ്. രണ്ടാമത്തെ സിനിമ സോമിൻ്റെ തിരക്കഥാകൃത്താണ്. അങ്ങനെ ഒരു ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ ശക്തിയിൽ തന്നെയാണ് ഷാജി തന്നെ പറഞ്ഞു, ക്യാമറാമാനായിരുന്ന ഷാജി, അരവിന്ദൻ്റെ ക്യാമറാമാനായിരുന്ന ഷാജി, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പിറവിയുടെ ശക്തി തന്നെ ഇദ്ദേഹത്തിൻ്റെ എസ് ജയേന്ദ്രൻ നായരുടെ തിരക്കഥയുടെ ശക്തിയാണ്. അത്തരത്തിൽ ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത. തീർച്ചയായും ബിജു, മലയാള സാഹിത്യവുമായും അതുപോലെ തന്നെ രാഷ്ട്രീയവുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, നമ്മുടെ വായനാ ശൈലിയെ രൂപപ്പെടുത്തിയ എസ് ജയചന്ദ്രൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ബിജു മുത്തത്തിയാണ് വിവരങ്ങൾ നൽകിയത്.